ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഒരു പച്ചമാങ്ങയും ഒരു പിടി നാളികേരം ചെരുവിയതും ഉണ്ടെങ്കിൽ ദേ ഇതുപോലെ അങ്ങ് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു അടിപൊളി മാങ്ങാക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ? അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിപ്പോൾ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത ശേഷം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ട ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കേണ്ടതില്ല. ഇതുപോലെ കുറച്ച് തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ. അപ്പോൾ കറിയിലേക്ക് വേണ്ട അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇതുപോലെ പൊട്ടി വരുന്ന നേരം വറ്റൽമുളക് ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി തിരുമ്മി വെച്ച മാങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മാങ്ങ നല്ലപോലെ വേവായി ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയരപ്പ് കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അരപ്പ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അരപ്പ് വേവായി കറി ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അവസാനമായി 2 നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ഈ മാങ്ങാക്കറി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.